എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ നോക്കിയപ്പോഴും ഒരുപാട് പേർക്ക് റിയൂണിയൻ വരുന്നതായിട്ടും പേഴ്സണെ കണ്ട് സംസാരിക്കാൻ പറ്റുന്നതായിട്ടൊക്കെ കണ്ടിരുന്നു. എത്ര പേർക്ക് റിയൂണിയൻ വന്നു, പേഴ്സണെ കണ്ട് സംസാരിക്കാൻ പറ്റി എന്നുള്ളത് കമൻറ്റിൽ ഇടുക കേട്ടോ. അപ്പോൾ വേറെന്താണ് ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് എഫേർട്സ് എടുക്കണം, നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ എന്ത് എഫേർട്സ് എടുക്കണം എന്ന്. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് എഫേർട്സ് എടുക്കണം എന്ന് നോക്കാം, അതിനുശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാം. ഓക്കെ അല്ലേ? അത് അറിയണമല്ലോ. നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് ശരിയാകുമോ എന്ന് നമുക്കറിയണമല്ലോ അല്ലേ? ഇത് ഒരു നോ കോണ്ടാക്റ്റിലിരിക്കുന്നവർക്കോ ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റിലിരിക്കുന്നവർക്കോ പ്രോബ്ലംസ് ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല, മനസ്താപം ഉണ്ടാവില്ല. പക്ഷേ ഒരു യൂണിയനിലേക്ക് അത് എത്താത്ത ഒരു സ്ഥിതി ആയിരിക്കാം എന്തെങ്കിലും കാരണവശാൽ. അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് റെസനേറ്റ് ആകും കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. പിന്നെ നാളെ 11 മണിക്ക് രാവിലെ നമുക്ക് മെമ്പേഴ്സ് ലൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെമ്പേഴ്സ് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാമേ, ഇന്നലെ ഇടാൻ മറന്നുപോയി, ഇന്ന് ഇട്ടേക്കാം. ഓക്കെ, തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം നിങ്ങൾ സൈഡിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് ഒരു വ്യക്തിയെ ഇഷ്ടമാണ്, വളരെയധികം സ്നേഹമാണ്. ആ വ്യക്തിയുമായുള്ള റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നും പുറത്ത് കടക്കാനും ആ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ എന്ത് എഫേർട്സാണ് അവരുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള അവരുടെ എന്ത് തന്നെ പ്രശ്നങ്ങളായാലും, അവർ ഫേസ് ചെയ്യുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളായാലും അതിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ സൈഡിൽ നിന്നും എന്താണ് ചെയ്യേണ്ടത്, എന്ത് എഫേർട്സാണ് എടുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരും. എടുക്കാനേ. 5 of Swords ക്ലാരിഫൈ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും കേട്ടോ. Knight of Wands, Ace of Wands, Knight of Cups, Queen of Wands, High Priestess, Ace of Cups, Chariot, Page of Cups, King of Wands, Hermit, 4 of Wands, Page of Swords. ക്ലാരിഫൈ 5 of Swords. എന്താണ് അവിടെ 5 of Swordsൻ്റെ എനർജി വരാൻ കാര്യം? എന്താണ് എൻ്റെ വ്യൂവേഴ്സ് ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ? King of Cups. Clarify Knight of Wands. Clarify Knight of Wands. Clarify Knight of Wands. Clarify Knight of Wands. Temperance. Okay. Clarify Hermit. Clarify Hermit. Clarify Hermit. Clarify Hermit. ഇവരെന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. Two of Swords.
ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് തടസ്സം തന്നെ ആവട്ടെ, ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ പറയുക. ഓക്കെ, മനസ്സിൽ വെച്ച് തടസ്സം ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ. ഓക്കെ, സ്നേഹം മനസ്സിൽ വെച്ചിരിക്കുകയാണ്, തുറന്നു പറഞ്ഞിട്ടില്ല. അവർക്കും ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് സ്നേഹമാണെന്ന്, പക്ഷെ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തുറന്നു പറയാൻ പറ്റുമെങ്കിൽ, തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യമാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും തുറന്നു പറയൂ. എന്നാൽ ആ ഒരു ബ്ലോക്കേജ് അവിടെ മാറിക്കിട്ടും. ഓക്കെ, ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ പല കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റും. സംസാരം ഇല്ലാതെ മനസ്സിൽ അടക്കി പിടിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയുക, അല്ലെങ്കിൽ അല്ല എന്ന് പറയുക. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അവരെ ഒരു ഹാങ്ങിങ്ങിൽ നിർത്താതെ, അവർക്കും ടെൻഷനാണ് നിങ്ങൾക്കും ടെൻഷനാണ്. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുക, ഒരു ക്ലാരിറ്റി കൊടുക്കുക, ഒരു ക്ലോഷർ കൊടുക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നൈറ്റ് ഓഫ് വാൺസ് ആൻഡ് ടെമ്പറൻസ്, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. നിങ്ങൾക്ക് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് തന്നെ ആയാലും തടസ്സം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല, അടക്കി പിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഇംബാലൻസ് നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിനെ ഹീൽ ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കുക, മെഡിറ്റേഷൻസ് ചെയ്യുക. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കൂ, മാനിഫെസ്റ്റേഷൻസ് ചെയ്തു നോക്കൂ. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു തീരുമാനം എടുത്ത് അവർക്കും ഒരു ക്ലാരിറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വയം ഹീലിങ്ങിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു, മനസ്സ് ശാന്തമാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഏസ് ഓഫ് വാൺസ് വെച്ചിട്ട് നിങ്ങൾ ഒരു എക്സിനെ പറ്റിയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബ്രേക്കപ്പായി പോയി എന്ന് വിചാരിക്കൂ. നിങ്ങൾ അതിൽ തന്നെ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ അങ്ങ് മൂവ് ഓൺ ചെയ്ത് പോവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഒരു ഹോപ്പും ഇല്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഹോപ്പും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ അവിടെയും നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക, മനസ്സ് ശാന്തമാക്കുക. എന്നിട്ട് പുതിയ ഒരു റിലേഷനിലേക്ക് ശ്രദ്ധ ചെലുത്താൻ, അത് അറേഞ്ച്ഡ് മാരേജ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഒരു ന്യൂ പാർട്ട്ണർഷിപ്പിലേക്ക് മനസ്സ് തിരിക്കാനാണ് അവിടെ ഗൈഡൻസ് വരുന്നത് കേട്ടോ. അതാണെന്നില്ല, നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട് നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കാൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ കൂടിയേ തീരൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പുതിയ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുക. അല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രാപ്തിയുണ്ട്, നിങ്ങൾ സ്വയം പര്യാപ്തതയുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ എന്തെങ്കിലും രീതിയിൽ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കാതെ, ഒരു പേഴ്സണൽ സ്റ്റക്കായി നിൽക്കാതെ മൂവ് ഓൺ ചെയ്യാനാണ് അവിടെ പറയുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ പറഞ്ഞു തീർക്കാവുന്ന മനസ്താപങ്ങളെ ഉള്ളെങ്കിൽ, ചെറിയ ഈഗോ ക്ലാഷസ് ആണ്, വെറും ദേഷ്യമാണ്, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാത്തൊരു ബ്ലോക്കേജ് ആണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണ്, നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ തീർക്കുക. ഓക്കെ, ആവശ്യമില്ലാതെ ഇത് വലിച്ച് നീട്ടിക്കൊണ്ടുപോയിട്ട് അത് വലിയ ഇഷ്യൂ ആക്കരുത്. അപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നവിടെ ക്ഷമിക്കുക, ക്ഷമ ചോദിക്കാൻ പറ്റുന്നവിടെ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വീൻ ഓഫ് വാൺസ് വെച്ച് നിങ്ങൾ സ്വയം പര്യാപ്തത നേടേണ്ടിയിരിക്കുന്നു. മെയിനായിട്ട് നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം. നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ ആരെയും കണ്ടിട്ടല്ല ജീവിക്കുന്നത്, നിങ്ങൾ സ്വയം പര്യാപ്തതയുള്ള വ്യക്തിയാണ്. ഓക്കെ, ജോലി ഇല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കുക, കീപ് യുവർ സെൽഫ് എൻഗേജ്ഡ് എന്നാണ്.
സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എല്ലാം നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മെയിനായിട്ട് നിങ്ങളൊരു സ്വയം പര്യാപ്തത നേടിയ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന റെസ്പെക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളിൽ പലരും ഒരുപാട് ടാരോ റീഡിങ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, പലരും ഒരു റീഡിങ്ങും എടുത്തിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു റീഡിങ്ങും നിങ്ങൾ എടുത്തിരിക്കാം. ഓക്കെ, അതിൽ പറയുന്ന പരിഹാരങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഇൻറ്റ്യൂഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ശരിയാവാനാണ് സാധ്യത. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് വിശ്വസിക്കുക കേട്ടോ. സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, മെഡിറ്റേഷൻസിലേക്ക് ശ്രദ്ധിക്കുക, പരിഹാരങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക, മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ സ്നേഹം ബോധ്യപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ട് എന്നുള്ളത്. അത് വ്യക്തമായിട്ട് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് അവർ ഡൗട്ട്ഫുള്ളാണ്, അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അല്ലേ. നിങ്ങൾക്ക് അവരോട് സ്നേഹമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലേ അവർക്ക് അറിയുള്ളൂ. അത് ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് കൺവേ ചെയ്യുക. ഓക്കെ, അവർക്കൊരു തീരുമാനം കൊടുക്കാതെ നിങ്ങൾ ജഗ്ലിങ്ങിൽ വെക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു കല്യാണാലോചന ആവട്ടെ, ഒരു എന്താ പറയുക, ലവ് പ്രപ്പോസൽ ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ അവരെ ഒരു തീരുമാനം പറയാതെ ഇട്ട് വലയ്ക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ഉറച്ച തീരുമാനം അറിയിക്കൂ. ഒന്നുകിൽ ലെസ് അല്ലെങ്കിൽ നോ. ഓക്കെ, ഒന്ന് വ്യക്തമായിട്ട് സംസാരിച്ച് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അവിടെ. ഓക്കെ, പേജ് ഓഫ് കപ്സ് വെച്ച് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നേരത്തെ, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾക്ക് തുറന്ന് സംസാരിച്ച് പരസ്പരം ക്ലിയർ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തുറന്ന സംസാരം, കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ് ഏത് റിലേഷൻഷിപ്പിലും. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, ലവേഴ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും പരസ്പരം തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് സഹായിക്കും. ഓക്കെ, കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് വീണ്ടും അത് തന്നെയാണ് സ്വയം പര്യാപ്തത എന്നുള്ളത്. ഇവിടെ കിങ് ഓഫ് വോൺസ് ക്വീൻ ഓഫ് വോൺസും ഒന്നിച്ച് വന്നിരിക്കുന്നവിടെ ഇത് എസ്പെഷ്യലി സ്പൗസ്, വിവാഹിതരായിട്ടുള്ള ആ വ്യക്തികളുണ്ടല്ലോ, അതായത് പരസ്പരം വിവാഹിതരാണ്. അവിടെ എന്തെങ്കിലും മനസ്താപങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിച്ച്, അതായത് ഞാൻ പറയുന്ന മൂന്നാമതൊരാളെ ഇടപെടുത്താതെ, നിങ്ങൾ രണ്ടുപേരും തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്. ഓക്കെ, നിങ്ങൾക്കൊരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണ്, നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവാണ്. ഓക്കെ, അവിടെ മൂന്നാമതൊരാളുടെ ഇടപെടൽ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം സംസാരിച്ചാൽ ഈ പ്രശ്നം ശരിയാകും. മനസ്സിലായില്ലേ? പിരിഞ്ഞിരിക്കുകയാണ്, മനസ്താപങ്ങളുണ്ട്, വഴക്കുകളുണ്ട്, 5 മിനിറ്റ് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിയർ ചെയ്യൂ എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. ഹെർമിറ്റ് ആൻഡ് 2 ഓഫ് സോർഡ്സ് വെച്ചിട്ട് വീണ്ടും ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും സ്വയം ഹീൽ ചെയ്യേണ്ടിയിരിക്കുന്നു. മെഡിറ്റേഷൻസിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു കേട്ടോ. ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്, തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെങ്കിൽ എടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഫാമിലിയിൽ ആരെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെയോ എല്ലാം സഹായം നിങ്ങൾക്ക് ചോദിക്കാം. ഈ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു കേട്ടോ. ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക കുറച്ച്. 4 ഓഫ് വോൺസ് വെച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക്, ഒരു വിവാഹം പ്രപ്പോസലൊക്കെ ആണ്, അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസലൊക്കെ ആണ്, നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കാലെടുത്ത് വയ്ക്കുക. അത് 11 കാർഡാണ് 4 ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു എന്താ പറയുക, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും നല്ലത് മാത്രം ലൈഫിൽ നടക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്
നിങ്ങൾ ആ ലൈഫിലേക്ക് കാലെടുത്ത് വെക്കാം എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻ കമ്മ്യൂണിക്കേഷനിലേക്ക് ഇരുന്നോളൂ നിങ്ങളുടെ പേഴ്സണുമായിട്ട്. നിങ്ങൾക്കൊരു ലവ് അഫെയർ ഉണ്ട് എന്തെങ്കിലുമാണ്, നിങ്ങൾ ഇൻ ടച്ച് ഇരുന്നോളൂ, പക്ഷേ പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങൾ ആലോചിക്കുക. പഠിത്തം ഡിസ്ട്രാക്റ്റ് ആവാതെ നോക്കുക കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദയവായി പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ജോലിയൊക്കെ ആയതിനു ശേഷം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സൈഡിൽ നിന്നും എന്താണ് ചെയ്യേണ്ടത്, അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. എടുക്കട്ടെ. ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, ഹൈ പ്രീസ്റ്റസ്, നയൻ ഓഫ് സ്വാർഡ്സ്, Queen of Cups, the World, Queen of Swords, Two of Wands, Eight of Wands, Four of Wands. Okay. Ace of Pentacles. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളത് തീർച്ചയായും അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെ. തുറന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായിട്ട് ഇത്രയും സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ള പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ അല്ലെ. മനസ്സിൽ വെച്ചിരുന്നിട്ട് നമ്മൾ ഗസ് ചെയ്യണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. യു ഹാവ് ടു ടോക്ക് ഓപ്പൺലി അല്ലേ. പരസ്പരം സംസാരിക്കണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇഷ്ടമുണ്ട് ഗസ് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഓപ്പണായിട്ട് പറയണം അല്ലേ. പേജ് ഓഫ് കപ്സ് വെച്ച് പരസ്പര കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫീലിങ്സ് എന്ത് തന്നെ ആയാലും ഒന്നുകിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തുറന്ന് പറയുക. ഓക്കെ, പറഞ്ഞാൽ തന്നെ, സംസാരിച്ചാൽ തന്നെ, ഡിസ്കസ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആകും. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അവർക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമുക്കറിയാം. നമ്മൾ അതിൽ നിന്നും അവരെ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയൊന്നും അല്ല. അതേപോലെ ഒരു മേജർ കാസ്റ്റ് കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസോ റിലിജിയനോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അവരതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെയും റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയും തുറന്നു പറച്ചിൽ അത്യാവശ്യമാണ്. അവർക്ക് പറ്റുമോ പറ്റില്ലേ എന്നുള്ളത്, അതിനെപ്പറ്റി പറഞ്ഞൊരു ക്ലോഷർ തരിക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. ഹീലിംഗ് ആവശ്യമുള്ളവര്, വല്ലാത്ത ഇമോഷണൽ ഇംബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണും കേട്ടോ. പലരുടെയും ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് എന്ന് നമുക്ക് തുടർച്ചയായിട്ട് മെസ്സേജസ് കിട്ടുന്നുണ്ട് അല്ലേ. ഈ പല സമ്മർദ്ദങ്ങളിൽ പെട്ടിട്ടായിരിക്കണം ഇവർക്കിത് തുറന്നു പറയാൻ പറ്റാത്തത്. ആ ത്രോട്ട് ചക്ര ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകേണ്ടിയിരിക്കുന്നു കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട്
പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിയേണ്ടിയിരിക്കുന്നു. ഓക്കെ. അതേപോലെ ടാരോ റിലേറ്റഡ് ആയിട്ട് ഇവരെന്തെങ്കിലും ആരുടെടുത്തെങ്കിലും റീഡിംഗ് എടുക്കുകയോ അല്ല ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യുക. ഓക്കെ. അത് നമുക്ക് അത് അതിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ മദറിൻ്റെ ഇൻ്റർഫിയറൻസ് മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുന്നതെങ്കിൽ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ബാലൻസിൽ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് എത്ര സ്നേഹമുണ്ട് എന്നുള്ളത് അവരുടെ ഈ എതിർത്ത് നിൽക്കുന്ന പാരൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരുടെ ചുമതലയാണ്, അല്ല നിങ്ങളുടെ ചുമതലയല്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ വഴിക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ പേഴ്സൻ്റെ ചുമതലയാണ്. അതവർ ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇൻറ്റ്യൂഷൻസിനെ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളെ പ്രതി അവർക്ക് തോന്നുന്ന ഇൻറ്റ്യൂഷൻസ് അത് ശരിയായിരിക്കാം എന്നുള്ള രീതിയിൽ അവരും ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. 9 ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് എല്ലാം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള പരിഹാരം കാണണം. അതിനെന്ത് വേണം? മെഡിറ്റേഷൻസ് ചെയ്യണം, മനസ്സ് ശാന്തമാക്കണം, ഹീലിംഗ് പ്രോസസ്സസിൽ കൂടി കടന്നു പോകണം, മാനിഫെസ്റ്റേഷൻസ് ചെയ്യണം. ഓക്കെ. അങ്ങനെ മനസ്സ് ശാന്തമാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഇവർ ഭയങ്കര ഇമോഷണലാണ് എന്ന് നമുക്കറിയാം. ആ ഇമോഷൻസ് നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കത് മാനസികമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവർ നിങ്ങളെ പ്രതി ഇമോഷണലാണ്. എന്ത് ഇമോഷൻ ആയാലും അവിടെ സംശയമായാലും ദേഷ്യമായാലും സന്തോഷമായാലും സ്നേഹമായാലും തുറന്ന് പറഞ്ഞാലേ നമുക്ക് പിടികിട്ടുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്ന് പറയുക. മനസ്സിൽ വെച്ച് നീറിക്കൊണ്ടിരിക്കാതെ അത് സംസാരിച്ച് ശരിയായില്ല, തുറന്ന് പറയാമല്ലോ. അല്ല എന്തെങ്കിലും ഡൗട്ടാണ്, എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്, അത് ക്ലിയർ ചെയ്യൂ എന്ന് സംസാരിക്കാം. സങ്കടമാണ്, എന്തെങ്കിലും സങ്കടം അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യും. അങ്ങനെ ഇമോഷൻസ് ഒന്ന് കൺവേ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ തന്നെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അവർ വന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് എന്താ പറയുക തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണെങ്കിൽ തീർച്ചയായും അത് ആ ഒരു സ്റ്റെപ്പ് അവർ എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. ലോങ് ഡിസ്റ്റൻസിലാണ്, ട്രാവൽ ചെയ്ത് വരണം എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്വീൻ ഓഫ് സോർട്സ് വെച്ച് ഒരുപാട് ഈഗോ ഇഷ്യൂസ് മൂലം ഇവർ നിങ്ങളെ ഒരു ബ്ലോക്കേജ് ആയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ കോണ്ടാക്റ്റ് ഇല്ലാതെയോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഈഗോ ഇഷ്യൂ അവർ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സംസാരം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഇവർ ചെയ്യേണ്ടിയിരിക്കുന്നു മെയിനായിട്ട്. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും എല്ലാം സംസാരിച്ച് ക്ലിയർ ആവും. ഈഗോ ഇഷ്യൂ ആയാലും ദേഷ്യം ആയാലും ആ ദേഷ്യമൊക്കെ ഇച്ചിരി കുറയ്ക്കുക. ഈ ദേഷ്യം കുറയ്ക്കാനും എല്ലാം എന്ത് സഹായിക്കും? മെഡിറ്റേഷൻസ് സഹായിക്കും കേട്ടോ. മൂഡ് സ്വിങ്സ് കുറയ്ക്കാൻ സഹായിക്കും. ഒരു യോഗ ക്ലാസ്സിനൊക്കെ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നല്ലതായിരിക്കും. 2 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലാൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. തടസ്സങ്ങളെ പറ്റിയൊക്കെ വളരെ ബോധത്തോടെ ആലോചിച്ച് അതെങ്ങനെ നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നു കേട്ടോ. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല, പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. അവർ പ്രോപ്പർ കോണ്ടാക്റ്റിലും സംസാരത്തിലും വരേണ്ടിയിരിക്കുന്നു. തുറന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങളെ രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച് മാത്രം തീരുമാനിക്കുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ചുമ്മാ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുവാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പ്രപ്പോസൽ, ഒരു വിവാഹത്തിലേക്ക് എത്തിക്കുന്നതും നല്ലത് തന്നെയാണ്. ഓക്കെ. ഒരു വീട്ടുകാരെ ഇടപെടുത്തി പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരേണ്ടിയിരിക്കുന്നു. ഓക്കെ. അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവിടെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ടെടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ.
ഏത് ജീവിതവും മുന്നോട്ട് പോകണമെങ്കിൽ ഫൈനാൻസ് വേണം അല്ലേ? പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ജോലി ഒന്നും ആയിട്ടില്ല, വെയിറ്റിംഗ് പീരീഡിലാണെങ്കിൽ എത്രയും വേഗം ഒരു ജോലി കണ്ടുപിടിച്ച് അവിടെ ഒരു ന്യൂ ബിഗിനിങ് എടുക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രം റിലേഷൻഷിപ്പിലേക്ക് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് കാലെടുത്ത് വെക്കുന്ന കാര്യം ആലോചിക്കാം. ഓക്കെ, മുന്നിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആലോചിച്ച് മാത്രം നിങ്ങളുടെ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് കുട്ടിത്തരത്തോടെ എടുത്ത് ചാട്ടത്തോടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. ആലോചിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റിസ് ന്യായപ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ. ന്യായമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി അവരെന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ജോലിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസിബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, അവർക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിലേക്കും പൂർണ്ണമായും അവരുടെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് നിർത്താം. പേജ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിത്തത്തിൽ ആദ്യം ശ്രദ്ധിക്കുക കേട്ടോ. പഠിത്തം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവിടെ തന്നെ ഇരിക്കട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷേ പാരലായിട്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പഠിത്തത്തിൽ നിന്നെല്ലാം ശ്രദ്ധ മാറി റിലേഷൻഷിപ്പിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. ആദ്യം സ്വന്തം ലൈഫ് സെക്യൂർ ആക്കാൻ ശ്രമിക്കണം. പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക, ജോലി ആവുക, ജോലി ആയതിനു ശേഷം റിലേഷൻഷിപ്പ് ഒരറ്റമെത്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഠിത്തത്തിലേക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് സക്സസ് ആക്കാൻ ശ്രമിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാളെ 11 മണിക്ക്, രാവിലെ 11 മണിക്ക് മെമ്പേഴ്സ് ലൈവ് ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സ് ജോയിൻ ചെയ്തോളൂ. വേറെന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.